ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 7 ജ്ഞാനവിജ്ഞാന യോഗം. ശ്ലോകം 17. തേഷാം ജ്ഞാനീ നിത്യയുക്ത ഏകഭക്തിർവിശിഷ്യതേ പ്രിയോ ഹി ജ്ഞാനിനോത്യർത്ഥം നഹം സ ച മമ പ്രിയഃ. വിവർത്തനം. ജ്ഞാനസഹിതമായ ശുദ്ധഭക്തിയുത സേവന നിരതനായിരിക്കുന്നവനാണ് ഇവരിൽ വെച്ച് ഉത്തമൻ. അയാൾക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അയാൾ എനിക്കും. ഭാവാർത്ഥം: ദുഃഖിതർ, ജിജ്ഞാസുക്കൾ, ധനാർത്ഥികൾ, ജ്ഞാനികൾ എന്നിവർ ഭൗതികാഭിലാഷങ്ങളായ മാലിന്യങ്ങളിൽ നിന്നും മോചിതരായാൽ അവർക്ക് ശുദ്ധഭക്തന്മാരാകാം. അവരിൽ പരമസത്യത്തെക്കുറിച്ച് അറിവുള്ളവനും ഭൗതികങ്ങളായ എല്ലാ ആശകളിൽ നിന്നും വിമുക്തി നേടിയവനുമാണ് ഭഗവാന്റെ ശുദ്ധഭക്തൻ. ഈ 4 കൂട്ടരിൽ വെച്ച് ജ്ഞാനിയും ഭഗവത് സേവന കർമ്മത്തിൽ സദാ നിരതനുമായ ഭക്തനാണ് ഉത്തമനെന്ന് ഭഗവാൻ പറയുന്നു. തൻ്റെ ആത്മസ്വരൂപം ശരീരത്തിൽ നിന്ന് ഭിന്നമാണെന്ന് തത്വജിജ്ഞാസു അറിയുന്നു. കുറച്ചുകൂടി മുന്നോട്ടു പോയാൽ അവ്യക്തഗത ബ്രഹ്മത്തെപ്പറ്റിയും പരമാത്മാവിനെക്കുറിച്ചും അയാൾക്കറിവുണ്ടാകുന്നു. തികച്ചും പരിശുദ്ധനാകുമ്പോൾ ഈശ്വരൻ്റെ ശാശ്വത സേവക ഭാവമാണ് തൻ്റെ മൂലസ്വരൂപമെന്ന് ഗ്രഹിക്കുന്നു. അങ്ങനെ ആർത്തനും ജിജ്ഞാസുവും ധനാഗ്രഹിയും ജ്ഞാനിയുമെല്ലാം ശുദ്ധഭക്തരുമായുള്ള സമ്പർക്കത്താൽ സ്വയം വിശുദ്ധരായിത്തീരും. പ്രാരംഭദശയിലാകട്ടെ ഭഗവാനെക്കുറിച്ച് പരിപൂർണ ജ്ഞാനം സിദ്ധിച്ചവനും സേവന നിരതനുമായ ഭക്തനാണ് കൃഷ്ണന് അത്യന്തം പ്രിയപ്പെട്ടവൻ. പരമപുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയ ഭാവത്തെക്കുറിച്ചുള്ള ശുദ്ധമായ ജ്ഞാനം നേടിയ ഒരാൾ തൻ്റെ ഭക്തിഭരിതമായ സേവനം കൊണ്ട് തന്നെ സുരക്ഷിതനാണ്. അദ്ദേഹത്തെ ഭൗതിക കൽമഷങ്ങൾ ബാധിക്കുകയില്ല. ശ്ലോകം 18. ഉദാരാഹ സർവ ഏവൈതേ ജ്ഞാനീ ത്വാത്മൈവ മേ മതം ആസ്ഥിതഃ സഹി യുക്താത്മാ മാമേവാനുത്തമാം ഗതി. വിവർത്തനം. ഈ ഭക്തന്മാരെല്ലാം മഹാത്മാക്കൾ തന്നെ എന്നതിന് സംശയമില്ല. എന്നാൽ ആരാണോ എൻ്റെ തത്വത്തെ ഗ്രഹിക്കുന്നത് അയാളെ എന്നിൽ നിന്ന് അന്യനായി ഞാൻ കരുതുന്നില്ല. അയാൾ എൻ്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാൽ സർവോന്നതവും പരിപൂർണവുമായ ആത്യന്തിക ലക്ഷ്യത്തിൽ നിശ്ചയമായും എത്തിച്ചേരും. ഭാവാർത്ഥം: ജ്ഞാനം സ്വല്പം കുറഞ്ഞുപോയി എന്നതുകൊണ്ട് ഭക്തന്മാർ ഭഗവത് കരുണയ്ക്ക് പാത്രീഭവിക്കാതെ വരുന്നില്ല. ഏതു ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും കൃഷ്ണനെ അഭയം പ്രാപിക്കുന്നവർ മഹാത്മാക്കളാണ്. ഇവർ എല്ലാവരും മഹാമനസ്കരാകുന്നുവെന്ന് ഭഗവാൻ പറയുന്നു. ഭക്തിപരമായ സേവനത്തിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ആഗ്രഹിക്കുന്നവരെയും ഭഗവാൻ കൈക്കൊള്ളുന്നു. എന്തുകൊണ്ടെന്നാൽ സ്നേഹത്തിൻ്റെ ഒരു കൈമാറ്റമാണത്. എന്തെങ്കിലും ഭൗതിക നേട്ടത്തിനു വേണ്ടി സ്നേഹത്തോടെ ഭഗവാനെ സമീപിക്കുകയാണവർ. അത് നേടാൻ കഴിഞ്ഞാൽ അവർ സംതൃപ്തരാകുന്നു. അതോടൊപ്പം സേവനത്തിൽ കൂടുതൽ പുരോഗമിക്കുകയും ചെയ്യും. പൂർണ്ണജ്ഞാനമുള്ള ഭക്തനാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ. എന്തുകൊണ്ടെന്നാൽ പ്രേമഭക്തിപൂർവം ഭഗവാനെ സേവിക്കൽ മാത്രമാണ് അയാളുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ഭക്തന് ഭഗവത് സേവനമോ സമ്പർക്കമോ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല. കൃഷ്ണനും തൻ്റെ ഭക്തനോട് അതിയായ സ്നേഹമുള്ളതിനാൽ ഒരിക്കലും വേർപെട്ടു പോകാൻ കഴിയില്ല. ഭാഗവതത്തിൽ 9:4-68 കൃഷ്ണൻ ഇങ്ങനെ പറയുന്നു: സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മദന്യത്തേന ജാനന്തി നാഹം തേഭ്യോമ നാഗപി. ഭക്തന്മാർ എൻ്റെ ഹൃദയത്തിൽ സദാ വാഴുന്നു. ഞാൻ എപ്പോഴും അവരുടെ ഹൃദയങ്ങളിലും. എനിക്കുപരി യാതൊന്നും അവർക്കറിയില്ല. എനിക്കും ഭക്തന്മാരെ മറക്കാനാവില്ല. ഞാനും ശുദ്ധഭക്തന്മാരും തമ്മിൽ ആന്തരമായൊരു ഗാഢബന്ധമുണ്ട്. ശുദ്ധഭക്തന്മാർ സമ്പൂർണ്ണ ജ്ഞാനത്തോടെ എന്നോട് ആത്മീയമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തന്മൂലം അവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.